മരണത്തെ മുന്നിൽ കണ്ട കാലം കഴിഞ്ഞെന്ന് പറയാം. ഒരടി മുന്നോട്ട് വെച്ചാൽ അവനെ കൊല്ലുക. മരണത്തെ തോൽപ്പിച്ച സുൽത്താനെ പോലെ വെടിയുണ്ടയ്ക്ക് മുന്നിൽ പതറാതെ ഉറച്ച കാൽ വെച്ച് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഭയമെന്നും പതറാത്ത ചുവടോടെ മുന്നോട്ട് തന്നെ വേട്ടക്കാരെ വേട്ടയാടുന്ന നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസുണ്ടല്ലോ, കമ്മട്ടം. അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ഈ ഫുട്ബോൾ പാസ്സാണ്. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് ആഴ്ചയിൽ 3 ദിവസമേ വീഡിയോ ഉള്ളൂ ഗൈസ്. കാരണം അച്ഛൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 3 പ്രാവശ്യം വീഡിയോ ഇടാനൊക്കെ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വല്ല കുഴപ്പവും പറ്റി 3 വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റായി നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ കറൻ്റ്ലി ഡിവിഷൻ 3 നമുക്ക് അത് നമ്മുടെ ഫസ്റ്റ് മാച്ചാണ്. അത് തന്നെ ഒരു ശുഭമായിട്ട് തുടങ്ങാം. അപ്പോൾ FC ഫൈറ്റേഴ്സ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് FC കളി ആരംഭിക്കുകയാണ്. പറഞ്ഞപ്പോൾ കൂടിപ്പോയി ഗൈസ്. മറഡോണ ബ്രിസ്കൽ അല്ല ബ്രിസ്കൽ ഇപ്പോൾ സിംഗിൾ അറ്റാക്ക് ഇടാം. അവന്മാരുടെ പീച്ചക്കാണ് ഗൈസ് ഗോളി. വാൻ ബിസാക്ക വീൽചെയർ ഇന്റർസെപ്ഷൻ. വീൽചെയറിന്റെ ത്രൂ നെയ്മറിന്റെ ക്രോസ് ആരുണ്ട്? ഹാളൻഡ് അടിക്കാൻ പറ്റിയില്ല. പീച്ചക്കിന്റെ സേവ്, പീച്ചക്കിന്റെ എറിഞ്ഞു കൊടുക്കും. റോഡ്രി ടു ഹാളൻഡ് ത്രൂ കൊടുക്കോ? ഇല്ല ഗൈസ്. ഒഡേഗാർഡ്, വീൽചെയർ, നെയ്മർ, മറഡോണ പറ്റിയില്ല. റോഡ്രി ഹാളൻഡ് ഡേവിസ്, അൽഫോൺസ ഡേവിസ്. മറഡോണ പന്തെടുക്കുന്നില്ല. റോഡ്രിഗർ, നെയ്മർ ഡേവിസ് കൊണ്ട് അത് എന്തിനാ പൈസ കൊണ്ട് കളഞ്ഞത്? ഡേവിസ് മറഡോണ ഹെഡ് ചെയ്യില്ല ഉറപ്പാണ്. ഓഫ് സൈഡാണെന്ന് തോന്നുന്നു. ഓഫ് സൈഡാണ്. പിച്ചക്ക് മെസ്സി, ഹാളൻഡ് ഓക്കെ സ്റ്റണ്ണിങ് അടിക്കായിരുന്നു. സൈലിബ, മെസ്സി, മറഡോണ മറഡോണ ബ്രിസ്കൽ. വീൽചെയർ ഓ ഗൈസ് അൺലക്കി. ഒഡേഗാർഡ്, റോഡ്രി, അലബ, റോഡ്രിഗർ, വിയർ ഉണ്ടല്ലേ, എംബാപ്പെ, നെയ്മർ ഉണ്ട്. റോഡ്രിഗറിൻ്റെ ഒരു നല്ല ഇന്റർസെപ്ഷൻ. നെയ്മറെ പിടിച്ചെടുക്കും. വെർജിൽ വാണ്ടിക്. വാൻ ബിസാക്ക് എടുക്കടാ റോയിങ്. നെയ്മറാണ് ഇല്ലാത്ത റോയി കൊണ്ട് കളയണത്. ഞാൻ പരിപാടി എന്നെ ഗൈസ് കാണിക്കുന്നു. കൊള്ളാം ഗൈസ്, ഗോൾ അടിച്ചേ. വീൽചെയർ, ഒഡേഗാർഡ്. അത് റോഡിഗാറിൻ്റെ വന്നത്, അത് ഉറപ്പാണ്. ഏത് കൊലകൊമ്പം വന്നാലും അവനായിരിക്കും. മെസ്സി, ഗൈസ്. നെയ്മർ, എംബാപ്പെ. ഇതാരാണ്?
മെറിയൻഡസ്. ആ ഗായ്സ്, ഞങ്ങളുടെ മറ്റേ അക്കൗണ്ടിലൊരു പ്ലെയർ ആയിരുന്നു ഗൈസ്, പക്ഷെ മറന്നു പോയി ഗൈസ്. ഹാളൻഡ്, മെസ്സി, മർഡോണ. ടീൻ എടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. അൽഫോൺസ ഡേവിസ്, മെസ്സിയുടെ ഇന്റർസെപ്ഷൻ, ഹാളൻഡ്, മർഡോണ. ഓ ഗൈസ് കൊണ്ട് കളഞ്ഞിരിക്കുകയാണ്. ഓ ഗൈസ് മർഡോണയുടെ സ്റ്റിൽ. അയ്യോ, നെയ്മർ 46-ാം മിനിറ്റിൽ അടിച്ചിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 1-0 ലീഡ് എടുത്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ്. അവൻ്റെ പേര് FC ഫൈറ്റേഴ്സ് എന്നൊക്കെയാണ്. നമുക്ക് നേരെ പോകണം. നമുക്ക് ഇപ്പോഴും സബ്ബൊന്നും പറ്റും. നമുക്ക് ഇല്ലെങ്കിൽ വരുത്താല്ലേ. നമുക്ക് എംബാപ്പേനെ ഇറക്കാം, റാഫേലിയാവോനെ ഇറക്കാം. നമുക്ക് ചലനൂരിനെ ഇറക്കാം. അങ്ങനെ സൂപ്പർ സബ് ആണ്. അവനും വന്നിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ കളിയിലേക്ക് പോവാം. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ ഈ എംബാപ്പെ, റോഡ്രി, റുഡിഗർ, അലബ, വീൽചെയർ. ഗൈസ്, ഞാൻ വീൽചെയറിന് പറയുന്നിടത്ത് വീൽ ചെയർ എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയല്ലേ. സത്യമായിട്ടും ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഓ റാഫേലിയാവോടെ ത്രൂ മറഡോണ. എന്തുവാടാ, അതെൻ്റെ കുഴപ്പമാണ്. മറഡോണനെ കൊണ്ട് സ്റ്റണ്ണിങ് എടുപ്പിക്കേണ്ടായിരുന്നു. ഡിസ്പി ചെക്ക്. ഗൈസ്, റാഫേലിയാവോ ഗൈസ്, ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു. ടീം ബിൽഡിങ് അല്ലായിരുന്നോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ? നമ്മുടെ കഴിഞ്ഞ വീഡിയോ മറ്റേ ഒരു ഗെയിം പ്ലേ ആയിരുന്നു. ഗെയിം പ്ലേ വീഡിയോ ആയിരുന്നു. സംശയമുണ്ട് ഗൈസ്. ഗൈസ്, നിങ്ങൾ ഇതുപോലെ കഴിഞ്ഞ വീഡിയോ കാണണം. എല്ലാവരും സബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. നമ്മുടെ കളി എങ്ങനെ നടക്കുന്നുണ്ട്? അത് ഗോപലിൻ്റെ കയ്യിലാണ് ഗൈസ്. ഗൈസ്, നിങ്ങൾക്ക് മറ്റേ ഈ ഡെയിലി ഗെയിമിൻ്റെ അന്ന് തന്നെ മറ്റേ ഇതില്ലേ ഗൈസ്, മറഡോണയും കോർച്ചാക്കോട്ടേനൊക്കെ കിട്ടണ അവിടെ നിങ്ങൾക്ക് ആരെയൊക്കെ കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയിട്ടുള്ള വീൽചെയർ, മറഡോണ, കോസ്റ്റാക്കോട്ട, കോബൽ. ഞങ്ങൾക്കിനി ക്രിസ്ത്യാനോനെ കിട്ടണം. പക്ഷെ അവർ നമുക്ക് ചലകേ തരുള്ളൂ ഗൈസ്, അത് ഉറപ്പാണ്. ഞങ്ങൾക്ക് മറ്റേ ഇൻ്റർ മിലാനോ കപ്പടിച്ചപ്പോൾ വന്ന ഇതില്ലായിരുന്നു ഗൈസ്. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ചലനോഴിനടിച്ചിരുന്നു. ഞങ്ങൾക്ക് മറ്റേ എൻ്റെ പേരെന്ത് വരുന്നു, ലൗത്താറോ മാർട്ടീനസിനായിരുന്നു വേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ 72-ാം മിനിറ്റായി ഗൈസ്. സംസാരിച്ച് എവിടെ പോകുന്നു? ഗൈസ്, എംബാപ്പെ എന്തോ കാണിച്ചതാണ്. നമുക്കങ്ങനെ ഫ്രീ ആയിട്ടൊരു കോർണർ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇത്തിരി സബ് എടുക്കാം ഗൈസ്. അത് മാത്രം ഇറക്കിയാൽ പോയി. നമുക്ക് കിമ്മിച്ചിനെ കൊണ്ടുവരാം ഗൈസ്. ഞങ്ങൾക്കൊരു റെക്കോർഡുണ്ട് ഗൈസ്. ഈ കോസ്റ്റാക്കോട്ടയില്ലേ, അവനെ കിട്ടിയിട്ട് ഞങ്ങളിതുവരെ ഞങ്ങൾ അവനെ വെച്ച് കളിപ്പിക്കാത്ത ഒരു കളി പോലും ഇല്ല ഗൈസ്. അവൻ സബ്ബീപ്പരും കയറിയിട്ടില്ല ഇതുവരെ. ആ സബിൻ്റെ ബെഞ്ച് ഞങ്ങൾ അറിയാതെ പോലും എടുത്ത് അവിടെ ഇട്ടിട്ടില്ല. അവനെ ഇതുവരെ സബ്ബാക്കി മാറ്റിയിട്ടുമില്ല. ഇപ്പം തന്നെ കിമ്മിജിനെ ഇട്ടപ്പോൾ കണ്ട കോച്ചാക്കോട്ടനെ ഞങ്ങൾ മാറ്റിയിട്ടില്ല ഗൈസ്. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് ശേഷം അവൻ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. എന്തൊക്കെയായിരുന്നു? കോർണറാണ്, ഞാൻ മറന്നുപോയി. എന്തുവായിരുന്നു? മറഡോണനെ വെച്ചൊരു നല്ല കോർണറിന് എടുക്കാം. മറഡോണ, കോസ്റ്റാക്കോട്ടെ ഒരടി അടിച്ചിരുന്നെങ്കിൽ. റോഡ്രിഗർ ചാകാറായ. ചലനോരു റാഫേലിയാവോ, എംബാപ്പെ. ഓഫ്സൈഡ് അല്ലേ? അത് കണ്ടപ്പോൾ ഓഫ്സൈഡ് വരെ തോന്നി.
Maradona really thought he'd scored to settle this He's contest, Foden. and He's he's Foden. struggling to believe being denied. ഡേവിസ്, അൽഫോൺസോ ഡേവിസ്, Some resolute defending there. ഫോഡൻ. Foden gets into some space. ക്രോസിനാണ് ഉദ്ദേശിച്ചത്. അത് നമുക്ക് ഈ പാസ്സായി ചിലപ്പോഴൊക്കെ വീഴും. മർഡോണ ഓ എംബാപ്പയ്ക്ക് പോയില്ല ഗൈസ്. നിങ്ങൾക്കില്ലേ എത്ര എപ്പിക്കുണ്ടെന്നും കൂടെ അടി കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് കറൻറ്റ് 8 എപ്പിക്കാണുള്ളത്. പിന്നെ ഞങ്ങളുടെ പണ്ടത്തെ അക്കൗണ്ട് ഫുള്ള് കാണിക്കണ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അതൊന്ന് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് എത്ര ഐക്കോണിക് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫുൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. 1-0 സ്കോർ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് കൗണ്ട് ചെയ്ത് പറയണം കേട്ടോ ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ അകത്തുള്ള മറ്റേ കറണ്ടിലുള്ള ഹാളൻ്റെ ബേസാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മറ്റേ ഫീച്ചേർഡ് ഹാളിനെ കിട്ടിയത് 101 റേറ്റഡ്. അതിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, അതിനൊക്കെ കിട്ടുന്ന വീഡിയോ ആയിരുന്നു. അത് സ്കോഡ് ബിൽഡിങ്ങിൻ്റെ കൂടെ ഉള്ളതാണ്. അതിൻ്റെ കൂടെ ചെറിയ ക്ലിപ്പാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എടുത്ത് കാണണം. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞത് ഓർക്കണം. എത്ര ഐക്കോണിക് ഉണ്ടായതെന്ന് പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി കിട്ടില്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. These brothers my guys, know that we fly, know that they ride or die. Why they wanna move like that? Where you want gone? Why you want act like that? Why you play hard? No rush, go on.